നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ പറഞ്ഞാൽ ഡസ്റ്റർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഞാൻ ഇത് പറയുമ്പോൾ മനസ്സിലാവും. വണ്ടിക്കുള്ളിൽ വെള്ളം കയറുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് നല്ല മഴയത്ത് 1 മണിക്കൂർ മഴയത്ത് വണ്ടി പുറത്ത് കിടന്നാൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്കുള്ളിൽ അത് പലർക്കും ചിലപ്പം വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലായിരിക്കാം, അല്ലെങ്കിൽ ബാക്ക് സൈഡിലായിരിക്കാം, എങ്ങനെ ആയാലും വണ്ടിക്കുള്ളിൽ വെള്ളം കയറുന്ന ഒരു പ്രശ്നമുണ്ട്. അതിന് ഞാൻ ഉപയോഗിച്ച ഇതിൻ്റെ രണ്ടാമത്തെ ഡസ്റ്ററാണ്. ആദ്യം ഉപയോഗിച്ച ഡസ്റ്ററിൽ വണ്ടിക്ക് റൂഫിൻ്റെ ഭാഗത്തുനിന്ന് വെള്ളം വരുന്നുണ്ട്, ഡോറിൻ്റെ ആ സൈഡിൽ ചവിട്ടുന്ന ഭാഗത്ത് വെള്ളം കിടക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ വണ്ടിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും ഇല്ലെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ മഴക്കാലത്താണ് കണ്ടുപിടിച്ചത്. ഒരു ദിവസം വണ്ടി വീടിന് പുറത്തായിട്ടുണ്ട്, നല്ല മഴയായിരുന്നു. മഴ കഴിഞ്ഞപ്പം വണ്ടിക്കുള്ളിൽ നിറച്ച് വെള്ളം. എവിടെ നിന്ന് വന്നതെന്ന് അറിയുന്നില്ല. കോ ഡ്രൈവർ സൈഡിലും ബാക്ക് സൈഡിലുമായിരുന്നു വെള്ളം ശരിക്കും കെട്ടിക്കിടന്നു. അങ്ങനെ ഞാൻ അത് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് വാട്ടർ ടെസ്റ്റൊക്കെ നടത്തി. അങ്ങനെ ഞാൻ സംഭവം കണ്ടുപിടിച്ച്, വെള്ളം വരുന്ന വഴിയും കണ്ടുപിടിച്ച്, എന്തുകൊണ്ടാണ് കാരണമെന്നും കണ്ടുപിടിച്ച്, അതിനൊരു സൊല്യൂഷനും കണ്ടുപിടിച്ച്. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഷോറൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫുൾ ബീഡിങ് മാറുക, അല്ലെങ്കിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യും, എന്നാലേ അവരത് മാറത്തുള്ളൂ. നല്ലൊരു ചിലവ് വരുന്നൊരു പ്രക്രിയയാണ്. പക്ഷെ ഞാനത് എൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു 100 രൂപയിൽ താഴെ ചിലവ് മാത്രം വരത്തുള്ളൂ. അങ്ങനെ ചെയ്താണ് അത് സോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് ഇന്ന് കാണിച്ചാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 3 ഏരിയയിൽ നിന്നാണ് വാട്ടർ ലീക്കേജ് വരിക. ഒന്ന് നമ്മുടെ ഈ മൈക്ക് ഇരിക്കുന്ന ഒരു ഏരിയ, അത് ചില വണ്ടികളിൽ, എൻ്റെ ആദ്യത്തെ ഡസ്റ്ററിൽ ഇവിടുന്ന് വെള്ളം ഇങ്ങനെ മഴ ചെയ്യുമ്പോൾ ഇറ്റിറ്റ് വീഴുമായിരുന്നു, അതൊരു ഇഷ്യൂ ആണ്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വണ്ടിക്കുള്ളിൽ ഈ ചവിട്ടുന്ന ഏരിയ മാറ്റി ഇവിടെ നനഞ്ഞിരിക്കും. ഫ്രണ്ടിലാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കും, ഇവിടെയും കെട്ടിക്കിടക്കും, അങ്ങനത്തെ ഒരു ഇഷ്യൂ. ആ ഇഷ്യൂ ആണ് എൻ്റെ വണ്ടി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ഞാൻ സോൾവ് ചെയ്തതും മറ്റേ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും പറയാം. മൈക്കിൻ്റെ ഭാഗത്തുനിന്ന് വെള്ളം ഇറങ്ങാൻ കാരണം ഈ ഒരു സാധനമാണ്. ഇവിടെ ഇതിനുള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതിന് ഈ ഒരു സാധനം മാറുക തന്നെ വേണം, അല്ലെങ്കിൽ ഡബിൾ ടേപ്പ് വെച്ചൊട്ടിച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഇത് സോൾവ് ആകും. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബീഡിങ് കേട്ടോ, ഈ ഒരു ബീഡിങ് വീക്കാകുമ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ, യൂഷ്വലി ഈ ഗ്യാപ്പിൽ കൂടെ വെള്ളം വന്നല്ലെങ്കിൽ താഴോട്ടങ്ങ് പോകാറാണ് പതിവ്. ചില കണ്ടീഷനിൽ വെള്ളം കറക്റ്റ് ഇങ്ങനെ വന്ന് ഉള്ളിലോട്ട് കയറി അങ്ങ് വീഴും. രണ്ടാമത്തെയാണ് പെട്ടെന്ന് ആരും കണ്ടുപിടിക്കാത്തൊരു സംഭവം. എല്ലാവരും വിചാരിക്കും ഈ ഒരു ബീഡിങ്ങിൻ്റെ ഇഷ്യൂ ആയിരിക്കുമെന്ന്. പക്ഷേ ആ ബീഡിങ്ങിൻ്റെ ഇഷ്യൂ അല്ല, ഇവിടെയാണ് പ്രശ്നം. ഈ ബീഡിങ്ങാണ് പ്രശ്നം. അതായത് വെള്ളം അടിയിൽ നിന്ന്, ഡോർ അടഞ്ഞിരിക്കുമ്പോൾ അടിയിൽ നിന്ന് മുകളിലോട്ട് കയറി വരും. ഫിസിക്സിൽ ഇതിന് കാപ്പിലറി ആക്ഷൻ എന്ന് പറയും. അതായത് വിശദീകരിക്കുന്നില്ല, അതായത് ചെറിയ രണ്ട് സർഫസുകൾ തമ്മിൽ വളരെ അടുത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രഷർ കൊണ്ട് അടിയിൽ നിന്ന് വെള്ളം മുകളിലേക്ക് ഇങ്ങനെ കയറി ഉള്ളിലോട്ട് വീഴും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാപ്പിലറി ആക്ഷൻ, ആ സംഭവം, അതായത് ആ അടിയിൽ നിന്ന് വെള്ളം കയറുന്നത് കണ്ടുപിടിക്കാൻ വളരെ സമയം എടുത്തില്ല. കാര്യം അങ്ങനെ ഒരു ഇഷ്യൂ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അടിയിൽ നിന്ന് വെള്ളം ഒരിക്കലും കയറില്ലല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചത് വണ്ടി കഴിയുമ്പം ഈ സ്പീക്കറിൻ്റെ ഭാഗത്ത് അകത്തുനിന്ന് വെള്ളം പുറത്തോട്ട് വരുന്നത്, അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. സത്യത്തിൽ എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, സ്പീക്കറിൻ്റെ ആ ഹോളിനുള്ളിൽ നിന്ന് വെള്ളം പുറത്തോട്ട് വരികയാണ്. സത്യത്തിൽ അങ്ങനെയല്ല, വെള്ളം വരുന്നത് ഡോറിൻ്റെ അടിഭാഗത്തു നിന്ന് മുകളിലോട്ട് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് പാടായിരുന്നു കണ്ടുപിടിക്കാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇതുപോലെ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അപ്പോൾ അത് എങ്ങനെയാണ് റിസോൾവ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഏത് ഇഷ്യൂ ആണെന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം വാട്ടർ ടെസ്റ്റ് ചെയ്യണം. അതിന് നമ്മൾ സാധാ ഹോസിൽ നിന്ന് ചെറിയ അളവിൽ വെള്ളം വരുന്ന എഴുതി വെച്ചിട്ട് ഞാൻ പറയുന്ന പോർഷനുകളിൽ കൊണ്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഒരാളെ അകത്ത് നിർത്തുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ കുറച്ച് നേരം ഒഴിച്ചിട്ട് അകത്ത് ഗ്ലാസ് കാത്തിട്ട് നോക്കാം അകത്ത് വെള്ളം വീഴുന്നുണ്ടോ. ഓരോ പോർഷനിൽ ഒഴിച്ച് നോക്കുമ്പം അറിയാൻ പറ്റും ഏത് പോർഷനിലാണ് വെള്ളം ഒഴിക്കുമ്പോൾ അകത്തോട്ട് വരുന്നത്, അതനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വാട്ടർ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആൻറ്റിന വരുന്ന പോയിന്റിലാണ്. അവിടെ നമ്മൾ വാട്ടർ ടെസ്റ്റ് ചെയ്യാം ആദ്യം. ഇതുപോലെ വളരെ കുറച്ച് എമൗണ്ട് വെള്ളം വീഴുന്ന രീതി സെറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു മിനിമം ഒരു 3 മുതൽ 5 മിനിറ്റ് വരെയെങ്കിലും ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കണം. ആ ഒരു ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ വെള്ളം വീണുകൊണ്ടേ ഇരിക്കണം. 5 മിനിറ്റ് 3 മിനിറ്റൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ, എന്നാൽ മാത്രമേ അകത്തോട്ട് വെള്ളം ഇറങ്ങാനുള്ള സമയം കിട്ടത്തുള്ളൂ. അല്ല നമ്മൾ 1 മിനിറ്റൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ കുഴപ്പമില്ലെന്ന് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. കാര്യം ലീക്കേജ് ഉണ്ടെങ്കിൽ ആ വെള്ളം താഴോട്ട് വരാൻ കുറച്ച് സമയം എടുക്കും, ഉണങ്ങിയൊക്കെ ഇരിക്കില്ല. അപ്പോൾ ഇതുപോലെ വളരെ ചെറിയ രീതിയിൽ വെള്ളം വരുന്ന ഏരിയ വെച്ചിട്ട് 3, 4, 5 മിനിറ്റ് യൂസ് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ നിന്ന് വെള്ളം വരുന്നത്. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ 2, 3 ചെക്ക് ചെയ്യുന്ന ഒരു സൈഡിൽ തന്നെ.
അപ്പോൾ ആദ്യം ഈ ബീഡിങ്ങുകളുണ്ടല്ലോ, ഈ ബീഡിങ്ങൊക്കെ നല്ല രീതിയിൽ തുടയ്ക്കണം. അതായത് വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രം നമുക്ക് വെള്ളം അകത്തോട്ട് കയറുന്ന വഴി കാണാൻ പറ്റും. ആ വെള്ളം നനഞ്ഞ് വരുന്ന പാട് ഉണ്ടാവും ലീക്കേജ് വരുന്ന ഏരിയയിലെ. അപ്പോൾ ഇത് തുടച്ച് വെച്ചാൽ അറിയത്തുള്ളൂ. കൃത്യമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഡോർ അടയ്ക്കുക. എന്നിട്ട് ഡോർ അടച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിൻ്റ് ഉണ്ടോ, ഈ മുകളിലത്തെ ഈ ബീഡിങ് വരുന്ന ഈ ഒരു ഏരിയ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കുക. ഏത് സൈഡിലാണ് വെള്ളം ലീക്കേജ് വരുന്ന ആ ഏരിയയിൽ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കുക. അതും ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ യൂഷ്വലി എല്ലാ വണ്ടിക്കും വെള്ളം ഇതുപോലെ മഴയത്തൊക്കെ കിടന്നാൽ ഈ ഏരിയയിൽ വീഴുന്ന വെള്ളം പോകാനൊരു പാസേജ് ഉണ്ടാവും. ആ പാസേജ് കൂടെ അല്ലാതെ വേറെ ഇതിലേക്കൂടെ പോയാൽ നമുക്കറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ കഴിഞ്ഞ് ഒഴിച്ച് 3-4 മിനിറ്റ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ ബീഡിങ്ങിൽ ഏത് ഏരിയയിൽ കൂടെയാണ് വെള്ളം ഉള്ളിലേക്ക് വന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഏരിയ കഴിഞ്ഞു. അപ്പോൾ ഈ ഏരിയ വെള്ളം ഒഴിച്ചതിന് ശേഷം അധികം താമസിക്കില്ല, ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ തുറന്ന് നോക്കാം. ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോറ് തുറന്ന് നോക്കാം. അപ്പോൾ വരും കണ്ട ഈ വെള്ളം ഈ ബീഡിങ്ങിലൊക്കെ തട്ടിയാണ് പോയത്, പക്ഷെ ഉള്ളിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഈ ഏരിയയിൽ നമുക്ക് ലീക്കേജ് ഒന്നുമില്ല, വെള്ളം അതുവഴി ഇങ്ങനെ പോയേക്കുന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഉള്ളിലോട്ട് കയറിയിട്ടില്ല. 5 മിനിറ്റ് ഒഴിച്ചിട്ടും സീനൊന്നുമില്ല, വെള്ളം കറക്റ്റ് താഴെ വരെ പോയിട്ടുണ്ട്. ബീഡിങ്ങിനുള്ളിലോട്ട് വെള്ളം കയറിയിട്ടില്ല. നമ്മളിപ്പം ചെയ്ത 2 ടെസ്റ്റിലും, അതായത് ആൻറ്റിനയുടെ ടെസ്റ്റും പിന്നെ ഈ മുകളിലത്തെ ബീഡിങ്ങിൻ്റെ ടെസ്റ്റിലും എൻ്റെ വണ്ടിക്ക് ലീക്കേജ് ഇല്ല. അപ്പോൾ എൻ്റെ വണ്ടിക്ക് ലീക്കുള്ളത് ഈ ബീഡിങ്ങിലാണ്. ഈ ബീഡിങ് ഉള്ളിൽ നിന്നാണ്, ഇവിടെ നിന്നാണ് എൻ്റെ വണ്ടിക്ക് ലീക്കേജ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ സ്പീക്കർ ഉണ്ടല്ലോ, ഇതിന് അകത്തുനിന്ന് ഇങ്ങനെ ഇവിടെ ഒരു നനവുണ്ടാവും എപ്പോഴും ലീക്ക് വന്ന് ഡോർ തുറന്ന് നോക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനുള്ളിൽ നിന്നാണ് വെള്ളം വന്ന് അകത്തോട്ട് വീഴുന്നതെന്നാണ്. അപ്പോൾ അത് പ്രകാരം ഞാൻ ഇത് ഈ ബോർഡെല്ലാം ഇതെല്ലാം ഊരി മാറ്റി നോക്കിയപ്പോൾ സംഭവം ശരി, അകത്ത് സ്പീക്കറിൻ്റെ ഭാഗമൊക്കെ നനഞ്ഞിരിപ്പുണ്ട് ബാക്ക് സൈഡൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചത് ഇതിനകത്തായിരിക്കും ലീക്കേജ്. അപ്പോൾ അതിനുള്ള പരിഹാരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരുന്നതാണ്. പിന്നെ എന്നാൽ എനിക്ക് ഡൗട്ട് തോന്നി, കുറേ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചപ്പോഴാണ് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അടിയിൽ നിന്നാണ് വരുന്നത്. കാര്യം വെച്ചാൽ ഇവിടെ ഈ വണ്ടിക്ക് 2 ട്രെയിൻ ഹോളുണ്ട്, കണ്ടാ വെള്ളം പോകാനായിട്ട്. ഇവിടെയും ഉണ്ട്, അതുപോലെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്, അവിടെ ഒരെണ്ണമുണ്ട്, കാണാൻ പറ്റുന്നോ എന്നറിയത്തില്ല. ആണ് ഇവിടെ 2 ഹോളുണ്ടാവും. അപ്പോൾ ഇത് ഫോഴ്സിൽ വെള്ളം വരുമ്പോഴേ കുറച്ച് കൂടുതൽ സ്പീഡിലൊക്കെ വെള്ളം നിർത്താണ്ട് അടുപ്പിച്ച് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഈ വെള്ളം കുറച്ച് ഫോഴ്സിൽ പുറത്തോട്ട് വരും. അപ്പോഴാണ് ഇതിന് പുറത്തോട്ട് കയറി വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഡോറിന് അടിയിലുള്ള 2 ട്രെയിൻ ഹോളും എപ്പോഴും ക്ലിയർ ആക്കി ഇടുക. പിന്നെ അതുപോലെ ഈ ബീഡിങ്ങുകളൊക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ മാറ്റുക. അപ്പോൾ ഈ ബീഡിങ് ഡാമേജ് ഇല്ലെങ്കിൽ അധികം വെള്ളം പെട്ടെന്ന് താഴോട്ടിറങ്ങത്തില്ല. ഡാമേജ് ഉണ്ടെങ്കിൽ അത് പഴക്കം കൊണ്ട് വരും, ഗ്യാപ്പ് കൂടുന്തോറും വെള്ളം അകത്തോട്ട് കൂടുതലിറങ്ങും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാട്ടർ ടെസ്റ്റ് കൂടെ നോക്കാം. അപ്പോൾ വെള്ളം അകത്തുനിന്ന് വീഴുന്ന ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടം വരെ വെള്ളം ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ 4 മിനിറ്റോളം വെള്ളം ഒഴിച്ച്. ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ക്യാപ്പിലറി ആക്ഷൻ വർക്കിംഗ് അല്ല, അതുകൊണ്ട് വെള്ളം ഉള്ളിൽ കയറുന്നില്ല. ഈ ഡോർ പാഡിൽ ഞാൻ ബീഡിങ് ഒട്ടിച്ച് ഇപ്പോൾ 8 മാസത്തോളം വെച്ച്. അതുകൊണ്ട് തന്നെ ഈ ഡോർ പാഡിലെ ബീഡിങ്ങും ഈ ബീഡിങ് കൂടെ തട്ടി നിന്ന് ഇത് അകത്തോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ എനിക്ക് ഈ ക്യാപ്പിലറി ആക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ വളരെ ഗ്യാപ്പ് കുറവാണ് വേണ്ടത്, എന്നാലേ വെള്ളം അടിയിൽ നിന്ന് മുകളിലോട്ട് വരത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കേസിൽ ഇത് അകത്തോട്ട് തള്ളി നിൽക്കുന്നതുകൊണ്ട് വെള്ളം ഉള്ളിലോട്ട് കയറുന്നില്ല. ഞാൻ 4 മിനിറ്റോളം ഈ വെള്ളം ഒഴിച്ചു നോക്കി, എന്നിട്ടും അകത്ത് കയറുന്നില്ല. പണ്ടൊക്കെ 1 മിനിറ്റ് താഴെ ഒഴിക്കുമ്പോൾ തന്നെ വെള്ളം ഉള്ളിൽ വരുമായിരുന്നു. എന്തായാലും നമുക്ക് ബീഡിങ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഇത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കുറച്ച് റഫാക്കുകയാണ്. ഈ റബ്ബറെ ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഒട്ടിച്ച് വെച്ചിരുന്നായിരുന്നല്ലോ, വൃത്തിയായിട്ട് ഒട്ടിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഈ അതിൻ്റെ പശയൊക്കെ ഇതുപോലെയൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ ചുരണ്ടിക്കളഞ്ഞ് പിന്നെ ഈ റബ്ബറൊന്ന് കുറച്ചൊന്ന് വരയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് റഫാവും. സ്മൂത്തായിട്ടിരുന്ന റബ്ബറാണ്. അപ്പോൾ റഫായി കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിനി ഒട്ടിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് പശ പിടിക്കും. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇളകി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ പഴയ പശയും പിന്നെ റബ്ബറും ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴിയുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ റഫാവും. അപ്പോൾ ആ സർഫസിൽ പശ പിടിക്കാൻ എളുപ്പമായിരിക്കും. അതാണിപ്പോൾ ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു ഏരിയ കണ്ടോ, ഇതൊക്കെ നമ്മൾ ചുരണ്ടി മാറ്റിയതാണ്. ഇത് നല്ല രീതിയിൽ പശ പിടിക്കും. അപ്പം നമ്മൾ ബീഡിങ് ഒട്ടിക്കാൻ പോകാണ്. ആദ്യം ഈ പോർഷനൊക്കെ നല്ല രീതിയിൽ ഒന്ന് തുടയ്ക്കണം. കാര്യം ഇപ്പോൾ ഇത്ര വാട്ടർ ടെസ്റ്റിൻ്റെ വെള്ളമൊക്കെ കിടപ്പുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി.
ഈ ഒട്ടിക്കുന്ന ഏരിയ പ്രത്യേകിച്ച് അതൊന്ന് തുടച്ചതിന് ശേഷം നമ്മൾ ഒട്ടിക്കാവും. ചിലപ്പോൾ ഊരി വന്നാലോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വണ്ടിയുടെ കേസിൽ ഇപ്പോൾ 8 മാസത്തോളം ഞാനിത് ഈ ബീഡിങ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് ഈ വണ്ടിക്കകത്ത ബീഡിങ് നല്ലപോലെ ഉള്ളിലോട്ട് തള്ളി നിൽക്കുക. അതുകൊണ്ട് ആ കാപ്പിലറി ആക്ഷൻ വർക്ക് ചെയ്യത്തില്ല. പക്ഷേ എൻ്റെ പോലെ അല്ല, നിങ്ങളുടെ വണ്ടിയിലൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ ലീക്ക് ഉണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കും, ഇതാണ് കാരണം, 100% ഇതാണ് കാരണം. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡൊന്ന് ട്രൈ ചെയ്താൽ 100% സക്സസ്ഫുള്ളാണ്. ഇതുപോലെ വേണം നമ്മൾ ഒട്ടിച്ച് വെക്കാൻ. ഞാനിത് ഒട്ടിക്കാൻ വേണ്ടി ഫ്ലെക്സ് ക്യൂക്കാണ് വാങ്ങിയിരിക്കുന്നത്. 50 രൂപ 40 രൂപ ആ റേഞ്ചിൽ കിട്ടും. നമുക്ക് ഈ 2 സൈഡിൽ കോണ്ടാക്റ്റ് വരും. അതായത് അതായത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ 2 സൈഡിൽ ഇതിൻ്റെ കോണ്ടാക്റ്റ് വരും. അപ്പോൾ 2 സൈഡിൽ നമ്മൾ പശ തേക്കണം. ആദ്യം നമ്മൾ ഇന്നർ സൈഡിൽ കുറച്ച് ഒഴിക്കുക, എന്നിട്ട് ഔട്ടറിൽ ഒഴിക്കുക. ഒരുപാടൊന്നും തേക്കണമെന്നില്ല, സംഭവം പെട്ടെന്ന് ഒട്ടിയിരിക്കുന്നുണ്ട്. ഇവിടെയും അതുപോലെ ഈ ഒരു ഏരിയ ഉണ്ട്, മുകൾ വശം ഇവിടെയാണ് തട്ടിയിരിക്കുന്നത്, ഇവിടെയും കൂടെ ഒട്ടിക്കുക. അപ്പം നമ്മുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ബീഡിങ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ, ബീഡിങ് ഇരിക്കുന്നത്. അതായത് ഈ കാണുന്ന പ്ലാസ്റ്റിക് ഷീറ്റിനകത്തായിരിക്കണം ബീഡിങ് ഒട്ടിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ കൊണ്ടുവന്ന് വണ്ടിയുടെ മെറ്റൽ പീസിൽ ഒട്ടിക്കരുത്. പ്ലാസ്റ്റിക് പീസിൽ ഇരിക്കുന്നുണ്ട്, ഇതുപോലെ അങ്ങ് അറ്റം വരെ ഒട്ടിച്ചാൽ മതി. അതായത് ഈ ഒരു ഗ്യാപ്പിനകത്തൂടെ ഒട്ടിച്ച് നമ്മളിത് ഇവിടം വരാം. ഇവിടെ അല്ല, കുറച്ച് മുകളിലോട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇത് ഇച്ചിരി ഇങ്ങോട്ട് നീളത്തിൽ വന്നാലും സീനൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പശ തേക്കുമ്പം പുറത്തോട്ട് അധികം വരാൻ നോക്കുക. വന്നു കഴിഞ്ഞാൽ 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ കയ്യിൽ ഇതുപോലെ പറ്റും, കയ്യിലൊക്കെ പറ്റി കുറച്ച് മെനക്കേടായിരിക്കും പിന്നെ വൃത്തിയാക്കാൻ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ആ പശ കുറച്ച് കൂടുതലാണെങ്കിൽ ഈ റബ്ബറിനകത്തോട്ട് ഒട്ടും. അടച്ച് നമ്മൾ വെക്കില്ല, പശ തേച്ചിട്ട് അടച്ചു പോകുന്ന സമയത്ത് ആ കുറച്ച് ലിക്വിഡ് ഇതിനകത്ത് പറ്റുകയാണെങ്കിൽ ഇതും തമ്മിൽ വണ്ടിയുടെ നമ്മൾ വെച്ച ബീഡിങ്ങും തമ്മിൽ ഒട്ടും. തിരിച്ചു തുറക്കുമ്പോൾ ഇത് കീറി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കെയർഫുള്ളായിരിക്കുക. അപ്പോൾ നമ്മൾ ഓവറായിട്ട് സംഭവം പശ വീടാതെ നോക്കുക. വീണാലും കുഴപ്പമില്ല, അടച്ചു കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് ഒന്നുകൂടെ തുറക്കണം പതുക്കെ. എന്നിട്ട് ആ ഒട്ടിരിക്കുന്ന ഇളക്കി നൈസായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ അടയ്ക്കുമ്പോഴത്തേക്കും ആ പക്ഷേ ആ ഒരു ഇഷ്യൂ വരത്തില്ല. സ്ഥിരമായിട്ട് കാലാകാലങ്ങളായിട്ട് ഇതുപോലെ വെള്ളം വീഴുന്ന വണ്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഫ്ലോർ മാറ്റ് എല്ലാം മാറ്റി, സീറ്റുകളെല്ലാം ഊരി ഫ്ലോർ മാറ്റ് മാറ്റിയിട്ട് നമ്മൾ പ്രൈമർ 2K പ്രൈമറൊക്കെ അടിച്ച് തുരുമ്പൊക്കെ കളഞ്ഞ് 2K പ്രൈമറൊക്കെ അടിച്ച് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയൊക്കെ തുരുമ്പിച്ച് പോകും. എൻ്റെ വണ്ടിക്ക് ഇതൊക്കെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതിൻ്റെ മാറ്റൊക്കെ മാറ്റി പെയിൻ്റൊക്കെ ചെയ്തതാണ്. ഞാൻ തന്നെ ഇരുന്ന് അതും ഒരാഴ്ചയോളം എടുത്ത് ഇരുന്ന് ചെയ്തതാണ്. കുറേ നാൾ മുന്നത്തെയാണ്, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന പണികളുള്ളൂ ഇതൊക്കെ. കുറച്ച് മെനക്കെടണം, കുറച്ച് സമയം പോകും, അത്രേ ഉള്ളൂ. കുറച്ച് ചെയ്താൽ മതി. ഈ ബീഡിങ് എന്ന് പറയുന്നത് ഓട്ടോയുടെ ഗ്ലാസ്, ഫ്രണ്ടിൽ വരുന്ന ഗ്ലാസിൻ്റെ ബീഡിങ്ങാണ്. അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ്. ബീഡിങ് നല്ല വലിപ്പമുണ്ട്, അതിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പോർഷനാണ്. അങ്ങനത്തെ ഏതെങ്കിലും ഒരു ചെറിയ നൈസ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പോർഷൻ എടുത്തുകൊണ്ട് വന്ന് ഇത്ര നീളത്തിന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്, ചെയ്യാൻ പറ്റായികയായിട്ടൊന്നുമില്ല. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ലാഭിക്കാം. അതായത് വെള്ളം സ്ഥിരമായിട്ട് ഇങ്ങനെ തുരുമ്പിക്കുന്ന ആ ഒരു ഇഷ്യൂ ഒഴിവാക്കാം. പിന്നെ നമുക്ക് ടെൻഷൻ വേണ്ട, വണ്ടി മഴയത്തിട്ട് കഴിഞ്ഞാൽ വെള്ളം കയറും, അതിനൊക്കെ കുറേ ടെൻഷൻ ഉണ്ടാവില്ല. എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു ഒരുപാട് നാൾ. ഞാൻ പിന്നെ കുറച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വന്നതാണ്. ഇതാണ് യഥാർത്ഥ വിഷയം, കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. എന്തായാലും സംഭവം ഇപ്പം സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ ഇനിയും കാണുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഫ്രം ഗിയർ ഡോഗ് ഡയറീസ്.